ഗുഡ് ഈവനിങ് ഗൈസ്, എല്ലാവർക്കും വീക്ക്ലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുമ്പോൾ ഒരു വീക്ക്ലി ചാർട്ടാണ്. നിഫ്റ്റിയുടെ ഒരു കണ്ടിന്യൂഷൻ ക്യാൻഡിൽ പോലെയാണ് ഇതിൽ കാണുന്നത്. കണ്ടിന്യൂഷൻ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഇതൊരു ഫോളിങ് മീൻസ് കണ്ടിന്യൂസ് സെൽ ഓഫ് ആണ്. അത് സ്റ്റോപ്പ് ഹോൾട്ട് ക്യാൻഡിൽ പോലെയാണ്. സോ ഇവിടെ ഫർദർ ഇതിന് ഡൗൺ പോയാൽ ഫർദർ സെൽ ഓഫിനുള്ള ചാൻസ് ആണ് ഇപ്പം കാണുന്നത്. സോ ഇതൊരു പ്യൂർലി കണ്ടിന്യൂഷൻ ക്യാൻഡിലാണ്. സോ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇപ്പോൾ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് റിവേഴ്സൽ ആവുകയാണെങ്കിൽ ഒരു ഗ്രീൻ പ്യൂർലി ഒരു ഗ്രീൻ ബുള്ളിഷ് ക്യാൻഡിൽ വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം. കറന്റ് ഒരു റിവേഴ്സൽ ഒന്നും നിഫ്റ്റിയിൽ കാണുന്നില്ല. സോ നമുക്ക് ഡെയിലി ക്യാൻഡിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ ഡെയിലി ക്യാൻഡിലും ഒരു കണ്ടിന്യൂസ് സെൽ ഓഫ് തന്നെയാണ്. സെൽ ഓഫ് ആവുന്ന ഒരു റൈസ് ഓൺ ഒരു ബൈങ് ഉണ്ടാവുന്നു, പിന്നെ ഫർദർ സെൽ ഓഫ് ആവുന്നു, ബൈങ് ഉണ്ടാവുന്നു. അങ്ങനെ ഒരു ഒരു സെൽ ഓഫ് ഒരു പാറ്റേണിൽ തന്നെയാണ് ഇപ്പോൾ നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഫർദർ സെൽ ഓഫിലാണ്, നല്ല സെൽ ഓഫിലാണ് ബാങ്ക് നിഫ്റ്റി. ഫ്രൈഡേ നോക്കിയപ്പോൾ ഒരു 2.09% സെൽ ഓഫ് ഉണ്ടായിരുന്നു നിഫ്റ്റിയിൽ. സോ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി അതേപോലെ തന്നെയാണ് ഒരു ഇതിന്റെ ഒരു ലോ ബ്രേക്ക് ചെയ്ത് ഫർദർ സെൽ ഓഫ്, അങ്ങനെ ഒരു പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ആസ് ലോങ് ആസ് ഇതിന്റെ ലോ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഡബ്ല്യു പാറ്റേൺ ഫോം ആവുകയാണെങ്കിൽ ഓക്കെ, ഇതിന്റെ ലോ 22,500 ആണ് ലോ. ടെമ്പറലി കൺസോളിഡേറ്റ് ചെയ്ത് റിവേഴ്സ് പോവുകയാണെങ്കിൽ ഓക്കെ, അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ദെൻ അടുത്ത സപ്പോർട്ട് പറഞ്ഞാൽ 21,600 അല്ലെങ്കിൽ 21,000 അടുപ്പിച്ചാണ് സപ്പോർട്ട് വരുന്നത്. സോ അതും ഒത്തിരി ഡൗൺ ആണ്. മോർണിംഗ്സ് ഓൾ ടൈം ഹൈ എന്ന് ഓൾമോസ്റ്റ് 13% അടുപ്പിച്ച് ഫോൾ ആയിട്ടുണ്ട്. സോ നല്ലൊരു കറക്ഷൻ തന്നെയാണിത്. ഇൻവെസ്റ്റിങ്ങിനൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇപ്പോൾ. ലോങ് ടൈം നോക്കുന്നവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണിത് ഇപ്പോൾ. ഓക്കെ, സോ നമുക്ക് സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പും ഒരു ഇപ്പോൾ കണ്ടിന്യൂസ് ഫോളിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ റിവേഴ്സൽ നമ്മൾ എങ്ങനെ എക്സ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വീക്കിലി ക്യാൻഡിൽ നോക്കുമ്പോൾ ഒരു ഗ്രീൻ കളർ ക്യാൻഡിൽ വന്ന് അത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ ഇത് ഒരു കണ്ടിന്യൂഷൻ ക്യാൻഡിൽ പോലെ തന്നെയാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബിഗ് ബുള്ളിഷ് ബാറിന്റെ ഓൾമോസ്റ്റ് സപ്പോർട്ട് പോലെ എടുത്തിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് റിവേഴ്സൽ പോവുകയാണെങ്കിൽ നല്ലതായിരുന്നു. ബട്ട് റിവേഴ്സൽ മെയിൻലി ഇപ്പോൾ മാർക്കറ്റ് മെയിൻലി ന്യൂസ് ഡ്രിവൺ ആണ്. ഇപ്പോൾ ഇസ്രായേൽ US ഇറാൻ അറ്റാക്കാണ് മെയിൻലി ഡ്രിവൺ ചെയ്യുന്നത്. ഇപ്പോൾ എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് വരുമ്പോൾ മാർക്കറ്റ് അതനുസരിച്ച് പ്രതികരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ അതനുസരിച്ച് സെൽ ഓഫ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ FIS കണ്ടിന്യൂസ് സെൽ ഓഫ് ആണ് ലാസ്റ്റ് 1 month ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഫോൾ നോക്കുകയാണെങ്കിൽ കോവിഡിന് ശേഷം ഇത്രയും ഒരു ഷാർപ്പ് ഫാൾ ഉണ്ടാവുന്നത് ഇത് ആദ്യമായിട്ടാണ്. വളരെ ഷാർപ്പ് ഫാൾ ആണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഈ മന്തിൽ, മാർച്ച് മന്തിൽ. നോർമലി ഇപ്പം 2008, 2020 ഒക്കെ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ ഒരു പുൾ ബാക്ക് വരാനുള്ള, ഏപ്രിൽ ഒരു റിവേഴ്സൽ കാണാറുണ്ട്, കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പം നമുക്കത് ഏപ്രിൽ ഒരു റിവേഴ്സൽ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചൊരു റിവേഴ്സലിലോട്ടുള്ള പോകാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, സോ അതാണ് ഇത്. ബിറ്റ് കോയിൻ നോക്കുകയാണെങ്കിൽ ബിറ്റ് കോയിൻ അഗെയിൻ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഒരു വലിയ ക്യാൻഡിലിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നൊരു ഡബ്ല്യു പാറ്റേൺ ഫോം ചെയ്ത് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു. അല്ലെങ്കിൽ ഫർദർ സെൽ ഓഫ് എന്ന് പറഞ്ഞാൽ പിന്നെ വരുന്നത് 50,000 ആ റേഞ്ചിലാണ്, 49,000 50,000 റേഞ്ചിലാണ് പിന്നെ വരാനുള്ള ഇത്. ഓക്കെ, സോ അങ്ങനെയാണ് ബിറ്റ് കോയിൻ നിൽക്കുന്നത്. സിൽവർ ആണെങ്കിൽ സിൽവർ ഓൾറെഡി നമ്മളിത് ടോപ്പിനെ പറയുന്നുണ്ടായിരുന്നു നെഗറ്റീവ് ആയിരുന്നെന്ന്. ഇപ്പോൾ ലാസ്റ്റ് ടൈം 59 അടുപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു, 69 60 അടുപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോഴും ഒരു എം പാറ്റേൺ വരെ ഫോം ചെയ്ത് അവിടെ താഴെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇത് ഫർദർ ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ പിന്നെയും സിൽവറിൻ്റെ നോർമൽ പാറ്റേൺ ഒരു കൺസോൾട്ടേഷൻ പാറ്റേൺ ഏരിയയിലോട്ട് പിന്നെയും പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത്. ഗോൾഡ് ഒരു നല്ലൊരു ഫോൾ ആയിരുന്നു, പിന്നെ ഒരു ഷാർപ്പ് പുൾ ബാക്കും ഉണ്ടായിരുന്നു. 4,000 അടുപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അവിടെ നിന്ന് ഒരു പുൾ ബാക്ക് ചെയ്ത് 4,500 അടുപ്പിച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗോൾഡും ഒരു നല്ലൊരു ഫോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു, $1,500 അടുപ്പിച്ചുള്ള ഒരു ഫോൾ ഉണ്ടായിട്ടുണ്ട്. US ഓയിൽ നോക്കുകയാണെങ്കിലും അതും ഒരു മാർക്കറ്റ് ഡ്രിവൻ ആണ്. ഫോൾ ആവുന്നുണ്ട്, റൈസ് ആവുന്നുണ്ട്. എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് വരുമ്പോൾ ഫോൾ ആവും, അത് നെഗറ്റീവ് ന്യൂസ് ആകുമ്പോൾ പിന്നെ അത് റൈസ് ചെയ്യുന്നുണ്ട്. ഈ ഓൾമോസ്റ്റ് ഒരു 100ന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഇതും ന്യൂസിൽ എന്തെങ്കിലും പോസിറ്റീവ് വരാണെങ്കിൽ ഷാർപ്പായിട്ട് ഫോൾ ആവാനുള്ള ചാൻസ് ഉണ്ട്, ഒരു 70-80 റേഞ്ചിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതെല്ലാമാണ് വീക്ക്ലി അനാലിസിസ്. ഒരു മൺഡേ തൊട്ട് നമുക്ക് ഡെയിലി അനാലിസിസ് പ്രോഗ്രാം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. താങ്ക്സ് ഗൈസ് ഫോർ വാച്ചിങ്.